ഹായ്, വെൽക്കം ടു അലക്സി ലേണിംഗ്. ഇന്ന് നമ്മൾ പറയുന്നൊരു കേസ് ഒരുപാട് സ്റ്റുഡൻസ് വർഷങ്ങളായിട്ട് അവർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, പ്രത്യേകിച്ച് UGC നെറ്റ് എക്സാമിന് എങ്ങനെയാണ് ആക്ച്വലി പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അലക്സി ലേണിംഗിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ UGC നെറ്റിൻ്റെ വീഡിയോസിൽ ഈ സീരീസിലും കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. സിലബസ് എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിയർ ആയിട്ട് അത് നോക്കുക. അത് നിങ്ങൾ നോക്കി അത് ചാനലിൽ എല്ലാ കേസുകളും കറക്റ്റായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, നെറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച്. നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്സസ് അല്ലെങ്കിൽ റിസൾട്ടാണ്. നെറ്റ് ക്വാളിഫൈ അല്ലെങ്കിൽ JRF ക്വാളിഫൈ, അതാണ് നമ്മുടെ എയിം 40 ബാച്ചിന്റെ ഇടയ്ക്ക് എയിം 40 ബാച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എയിം 40 പേപ്പർ 1 മിനിമം 40 ചോദ്യങ്ങളുടെ മുകളിൽ നമ്മൾ ശരിയാക്കുക. അതവിടെ തന്നെ നമുക്ക് 80 മാർക്കായി. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്താണ് എന്നാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി, JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അപ്രോച്ച്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ച് എന്തെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് കേസ്, ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന എക്സാം അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കടക്കം എല്ലാവർക്കും അറിയാം ഈ കേസ്. അതായത് 2 പേപ്പർ നമുക്കുള്ള, നമ്മളിപ്പോഴും പറയുന്ന പോലെ പേപ്പർ 1 ജനറൽ പേപ്പർ, പേപ്പർ 2 നമ്മുടെ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ പേപ്പർ, എല്ലാം MCQs ആണ്. ഇതുവരെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ഓക്കെ, ഇതുവരെ ഈ പ്രാവശ്യം എക്സാമിനടക്കം ഒരു നെഗറ്റീവ് മാർക്കിംഗ് എന്തില്ല, UGC NDA നെറ്റ് എക്സാമിന് ഇല്ല. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുകയാണ്, നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്, അവിടെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ 1, 2, 3, 4, 5, 6, 7 ടൈപ്പ് ചോദ്യത്തിന്റെ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 7 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ള കേസ് പലർക്കും അറിയത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോഴാണ് പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്നത്. നല്ല രീതിക്ക് പഠിക്കുന്നുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെ ഡീല് ചെയ്യണം എന്നൊരു കാര്യമുണ്ട്. എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം. അതായത് മാച്ച് ദ ഫോളോയിങ് ഡീൽ ചെയ്യുന്ന രീതിയിലല്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചെയ്യേണ്ടത്, ആ രീതിയിലല്ല ട്രൂ ഓർ ഫോൾസ് ചെയ്യേണ്ടത്, ആ രീതിയിലല്ല ഓർഡർ അല്ല ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ആ രീതിയിലല്ല ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേണ്ടത്, ആ രീതിയിലല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ആ രീതിയിൽ ഒട്ടുമല്ല മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 7 ടൈപ്പ് ചോദ്യങ്ങൾ, അവ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഏറ്റവും നല്ല മെത്തേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നമുക്കറിയാം, നമുക്ക് 2 ബോക്സ് അല്ലെങ്കിൽ 2 സൈഡിൽ 2 കാര്യങ്ങൾ കാണും. ഏതൊക്കെയാണ് മാച്ച് ആകുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പ്രധാനമായിട്ടും കൂടുതലായിട്ടും ചോദ്യങ്ങൾ ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഏരിയയിൽ നിന്ന് കാണുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ 2 സൈഡിലുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള, 2 സൈഡിൽ 2 ടേബിളിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ലിങ്കേജ് കണ്ടുപിടിക്കുക എന്നുള്ള കേസാണ് നമ്മൾ ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ്ങിൽ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് ചിലപ്പോൾ കറക്റ്റ് ലിങ്കേജ് വരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം നെറ്റിന് ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരമാണ് കറക്റ്റ് ആയിട്ടുള്ള ശരിയുത്തരം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ഓപ്ഷൻസ് നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കത്തില്ല ശരിയുത്തരം എന്നറിയാം, പക്ഷേ ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരം ഏതാണ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അല്ലെ അസർഷൻ റീസണിങ് എന്ന് പറയുന്ന 2 ടൈപ്പുള്ള സംഭവം. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ഇത് തരും. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണോ ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണോ ശരി, അല്ലെങ്കിൽ അസർഷൻ റീസണിങ് തരും. അസർഷൻ റീസണിങ് തരുമ്പോൾ അസർഷൻ ആണോ ശരി അല്ലെങ്കിൽ റീസൺ ആണോ ശരി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്പ് ചോദ്യങ്ങളിലും സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 2 സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ബന്ധം, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ ബാക്കിയാണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ രണ്ടും 2 കോണ്ടെക്സ്റ്റ് ആണോ എന്നുള്ള കാര്യം, രണ്ടും റിലേറ്റഡ് കോണ്ടെക്സ്റ്റ് ആണോ അതോ ഡിഫറൻസ് ഉള്ള കോണ്ടെക്സ്റ്റ് ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അസർഷൻ റീസണിങ് ചോദ്യങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം ഓർഡർ അല്ലെ ക്രോണോളജി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്ത സംഭവങ്ങൾ, അല്ലെങ്കിൽ ഓരോ ആൾക്കാരിൽ ആരൊക്കെയാണ് ഫസ്റ്റ് ബോൺ ആയത്, അതിനുശേഷമുള്ള അല്ലെങ്കിൽ ഓരോ ഈവന്റ്സ് ഏതാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള ക്രോണോളജിക്കലാക്കുക.
അതുപോലെ തന്നെ പ്രോസസ്സുകൾ. ഓക്കെ, പ്രോസസ് ഓർഡറിങ്. ഓക്കെ, പ്രോസസ് ഓർഡർ എക്സാമ്പിൾ പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, അതിന്റെ ഓർഡർ ശരിയാക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരാറുണ്ട്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, വേറെ ഒന്നും ഒറ്റ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ 4 ഓപ്ഷൻസ് ആണ്, അതിന്റെ ഏത് ഓപ്ഷനാണോ റൈറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒട്ടനവധിയായിട്ട് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയാൻ, അല്ലെങ്കിൽ അവിടെ ട്രബിൾ മേക്കർ എന്ന് പറയുന്നത് ഓപ്ഷൻസിന്റെ സിമിലാരിറ്റി ആയിരിക്കും. ആ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ 4 ഓപ്ഷൻസിൽ ഒരെണ്ണം ആയിരിക്കും റൈറ്റ് ആൻസർ, ബാക്കി 3 ഓപ്ഷൻസ് റോങ് ആൻസർ ആയിരിക്കുമല്ലോ. ഈ ബാക്കി 3 ഓപ്ഷൻസും നമ്മൾ പഠിച്ചു പോകണം. ബാക്കി 3 ഓപ്ഷൻസും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച് പോകണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് കാണും. അതിനുശേഷം ഓപ്ഷൻസ് വരുന്നത്, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ബി സി എന്ന് പറഞ്ഞ സംഭവയുടെ കോമ്പിനേഷൻ ആയിരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ BCD എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണെന്നാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ കോമ്പിനേഷൻസ് തമ്മിലുള്ള ബന്ധം. ചിലപ്പോൾ ഇത് പ്രോസസ് ഫ്ലോയിലെ ഫാക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഫീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ആയിരിക്കും. അപ്പോൾ ആ കോമ്പിനേഷൻസ് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യവും ആ കോമ്പിനേഷൻസ് തമ്മിലുള്ള ലിങ്കേജുമാണ് നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ കൺസിഡർ ചെയ്താൽ മാത്രം നമുക്ക് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് അങ്ങനെ കൺസിഡർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. പിന്നെയുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. നമുക്കറിയാം കൂടുതലായിട്ട് ടേബിൾസ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടേബിൾസ് ബേസ് ചെയ്തിട്ടുള്ള അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, ഗ്രേറ്റർ, ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കുറവുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ക്ലിയർ ആയിട്ട് വരുന്നത്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കേസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ കണക്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങളും, അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓരോ സംഭവങ്ങളും നമ്മൾ നല്ല നീറ്റ്, ഞാനിപ്പോൾ എഴുതിയ പോലെയല്ല, നിങ്ങൾ നല്ല നീറ്റായിട്ട് എഴുതണം കേട്ടോ. ഞാനിപ്പോൾ എഴുതിയ പോലെ നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കണക്കുകൾ. ഇപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്കറിയാം 5 ചോദ്യങ്ങൾ വരെ ഉണ്ടാകാം, 4 or 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം അല്ലേ. അപ്പോൾ ഓരോ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മുടെ നോട്ട്സിൽ നമുക്ക് പേപ്പർ തരുമല്ലോ, അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് വൃത്തിക്ക് നമ്മൾ എഴുതി പോകണം. കാരണം ആദ്യത്തെയോ രണ്ടാമത്തെയോ ചോദ്യത്തിന്റെ ബാക്കിയായിരിക്കും 3ാമത്തെ 4ാമത്തെ ചോദ്യത്തിനാണ് സംഭവമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യം ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ ഇവിടെ ഉണ്ട്, അതിന്റെ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ ചോദ്യം ചെയ്യേണ്ടത്. നീറ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഫ്ലോ അടക്കം സ്റ്റെപ്സ് അടക്കം നീറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ബാക്കിയായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആൻസർ കിട്ടി, അതിന്റെ ബാക്കിയായിട്ട് രണ്ടാമത്തെ ചോദ്യം ചെയ്താൽ മതി. അതിന്റെ ബാക്കിയായിട്ടായിരിക്കും നമ്മൾ 3ാമത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് ചെയ്താൽ മതി. നമ്മൾ നീറ്റായിട്ട് എളുപ്പത്തിലല്ല ഇത് എഴുതി വെച്ചത്, നമ്മൾ കൺജസ്റ്റഡാക്കിയാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കിത് പിന്നെയും ചെയ്യേണ്ടി വരും. നമ്മുടെ ടൈം അവിടെ മാനേജ് ചെയ്യാൻ നമുക്ക് ഇല്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ആയിട്ട് റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് 5 മാർക്ക് ഷുവറായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 5 മാർക്ക്, മാത്തമാറ്റിക്കൽ റീസണിങ് 4 to 5 ക്വസ്റ്റ്യൻസ്, മാർക്കല്ല ക്വസ്റ്റ്യൻസ്. ഇവിടെ റീഡിംഗ് കോംപ്രഹെൻഷൻ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേണം നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓരോ ടോപ്പിക്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആയിട്ട് അഡക്സി ലേണിംഗിന്റെ ക്ലാസ്സുകളും ടെസ്റ്റുകളും ഒക്കെ കൊടുക്കുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേണം. അടുത്തൊരു കേസ് സ്ട്രക്ചേർഡ് സിസ്റ്റമാറ്റിക് ലേണിംഗിൽ അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ സിലബസ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ. ഫസ്റ്റ് കേസ് നമ്മൾ പഠിക്കാൻ നേരത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് സിലബസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. UGC ഇന്ത്യ നെറ്റിന്റെ സിലബസ് നമ്മൾ ക്ലിയർ ആയിട്ട് എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുന്നു, എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ സക്സസ് അല്ലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ക്ലിയർ ആയിട്ടിരിക്കുന്നത്. മാത്രമല്ല സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2-3 സ്ട്രാറ്റജീസ് അവിടെ പ്രയോഗിക്കണം. അതിൽ ഒന്നാമത്തെ കേസാണ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്. നമുക്കറിയാം നെറ്റിന് റെഗുലർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറില്ല അല്ലേ, അത് നമുക്കറിയാം. പക്ഷെ അവിടെ വരുന്നൊരു കേസുണ്ട്. അവിടെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്, മനസ്സിലായി. ആ ഏരിയാസ് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ച് അവിടെ റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് പഠിക്കുക, ഓപ്ഷൻസിന്റെ ഏരിയാസ് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈ വെയിറ്റേജ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ റിപ്പീറ്റ്ലി പഠിച്ച് പോവുക. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നോട്ട് റിക്കറിങ് തീംസ് ഫോർ പ്രീവിയസ് പേപ്പേഴ്സ്. അതായത് വേറെ ഒന്നുമല്ല, പ്രീവിയസ് പേപ്പേഴ്സിലെ നോട്ട്സിന്റെ തീംസ് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദ്യം. നമ്മളിപ്പോൾ ഏരിയ പോലെ റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് പേപ്പേഴ്സിലെ
കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഗുലർ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓപ്ഷൻസ് റിവൈസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് റിവൈസ് ചെയ്യുക, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ലേൺ ചെയ്തു പോകാം. ഈ 3 കാര്യങ്ങൾ പ്രയോറിറ്റി ബേസിസിൽ നമ്മൾ തീർക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് പഠിക്കുന്നു, ഒരുപാട് മെറ്റീരിയൽ വെച്ചിട്ട് ഒരുപാട് സംഭവത്തിലല്ല നമ്മൾ പഠിക്കേണ്ടത്. സിലബസിനെ ബേസ് ചെയ്ത് സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഹൈ വെയിറ്റേജ് ആയ ടോപ്പിക്സ് നമ്മൾ റെഫർ ചെയ്ത് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ്, വർഷങ്ങളായിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റേജ് ടോപ്പിക്സ് കിട്ടും, അത് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഏരിയകളിലെ കാര്യങ്ങൾ, ഓപ്ഷൻസ്, അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ പഠിക്കുക. ഇനി നെറ്റിന്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും എഫക്റ്റീവായ സ്റ്റഡി ടെക്നിക്സ് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ M40 ബാച്ചിൽ ഇതൊക്കെ ഇതിന്റെ പ്രാക്ടീസ് അടക്കം നമ്മൾ പറയും. നമ്മുടെ M40 ബാച്ചിൽ ക്ലിയർ ആയിട്ട് ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്, പേപ്പർ 1 M40 ബാച്ചിൽ ഈ ഓരോ മെത്തേഡും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. ഒന്നാമത്തെ കേസ് എലിമിനേഷൻ മെത്തേഡാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ലിങ്കേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ്, നമുക്ക് ശരി ഉത്തരമല്ല എന്ന് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. അത് നമുക്ക് PYQസിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ നിമോണിക്സ് ആണ്. നിമോണിക്സിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ഭാഷയിലൊക്കെ എന്ത് ചെയ്യും, ഓരോ സംഭവം ക്ലിയർ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കഥകളുടെ രൂപത്തിൽ വലിയൊരു പ്രോസസ് ഒക്കെ പഠിക്കുന്നതിനാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഉള്ള കേസ്, നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ 2 കേസുകൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട്, നമ്മൾ വലിയ SAC കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവൈസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ട് നമ്മുടെ നോട്ട് മേക്കിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കും ക്ലിയർ ആയിട്ട്. അടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ അതിൻ്റെ നോട്ട് മേക്കിംഗ് മെത്തേഡ്സിന്റെ വീഡിയോസ് ഒക്കെ അടുത്തായിട്ട് വരും. അതുകൊണ്ട് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോസ് ഒക്കെ മിസ്സാവും. എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം, ഓരോ മെത്തേഡും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് ഓരോ ടോപ്പിക്കിന്റെ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ്റെ ആണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിന്റെ ടോപ്പിക്, അതിൽ റിസർച്ച് ആണ് റിസർച്ച് പാരഡിം, അല്ലെ റിസർച്ചിന്റെ പ്രോസസ്സ്, റിസർച്ചിന്റെ ടൈപ്സ്, വളരെ ഷോർട്ടായിട്ട് നമ്മൾ essay ആയിട്ട് എഴുതരുത്, വളരെ ഷോർട്ടായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലിയർ ആയിട്ട് മൈൻഡ് മാപ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ഫാക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ മൈൻഡ് മാപ്സ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രോസസ് ഫ്ലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, പ്രോസസ് ഫ്ലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് ചാർട്ടുകൾ, അല്ലെങ്കിൽ പ്രോസസ്സിന്റെ ഓരോ ഈവന്റ് ആണെങ്കിൽ ഈവന്റ്സ് ഒക്കെ ഹാപ്പൻ ചെയ്തതിന്റെ ഡീലായിട്ട് ഇപ്പൊ ക്രോണോളജിക്കൽ ചാർട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സംഭവിച്ചത്, രണ്ടാമത് സംഭവിച്ചത്, മൂന്നാമത് സംഭവിച്ചത്, നാലാമത് സംഭവിച്ചത്, ഇത് ജസ്റ്റ് ഒരു ചാർട്ടാക്കി പോയാൽ മതി. ഇതൊരു വലിയൊരു സ്റ്റോറി ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ നമ്മളൊരു ചാർട്ടാക്കി നമ്മൾ പോയാൽ മതി. അതുപോലെ തന്നെ പ്രോസസ് ഫ്ലോയുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ് മാപ്സ് ഉണ്ടല്ലോ. ഫാക്ടേഴ്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ മൈൻഡ് മാപ്സ് നമുക്ക് ഉപയോഗിക്കാം. മൈൻഡ് മാപ്സ് അതായത് ഓരോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ള കേസിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വലിയൊരു essay എഴുതി നമ്മൾ റിവൈസ് ചെയ്യുന്നതിനേക്കാളും നല്ല നമുക്ക് എഫക്റ്റീവായിട്ട് റിവിഷൻ ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസും, അതുപോലെ തന്നെ അത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യണം, എന്തുമാത്രം അത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കേസാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഞാൻ നെറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി രാവിലെ ഞാൻ എണീക്കും. ഡെയിലി മോർണിംഗ് കേട്ടോ, എൻ്റെ മോർണിംഗ് റൊട്ടീൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡെയിലി രാവിലെ എണീക്കും, ബ്രഷ് ചെയ്യും, പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞിട്ട് രാവിലെ ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു പേപ്പർ 1 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യും. പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യും. ആ 50 ക്വസ്റ്റ്യൻ്റെ അത് കൃത്യം ഞാൻ 60 മിനിറ്റാണ് സമയം, ഏകദേശം 50 മിനിറ്റ് ടാർഗറ്റ് സമയം വെച്ച് അലാറം വെച്ചിട്ട് 50 മിനിറ്റ് കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും. റെഗുലർ ആയിട്ട് പ്രാക്ടീസ്, ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ 50 മിനിറ്റ് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു അനാലിസിസ് വെക്കും. അതായത് ഞാൻ നോട്ട്ബുക്കിൽ, അല്ലെങ്കിൽ എൻ്റെ എക്സാം എഴുതാൻ വേണ്ടി നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പോകും. ഇപ്പോഴത്തെ ഓപ്ഷൻസ് എഴുതും. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ഞാൻ നടത്തും. മനസ്സിലായി, ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കേസുണ്ട്. പഠിച്ച ഏരിയയിൽ നിന്ന് എനിക്ക് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ശരിയായി എന്ന് ഉറപ്പിച്ചതിന് എനിക്ക് എത്ര മാർക്ക് കിട്ടി, ഞാൻ എത്ര എണ്ണം തെറ്റിച്ചു, ശരിയായതിൽ നിന്ന് എത്ര എണ്ണം തെറ്റിച്ചു, പഠിക്കാത്ത ഏരിയയിൽ നിന്ന് എത്ര എണ്ണം തെറ്റിച്ചു, അങ്ങനെയുള്ള കേസ് ക്ലിയർ ആയിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാണ്. കാരണം അത് എൻ്റെ റിവിഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. മനസ്സിലായി, റിവിഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ സംഭവം. ഓക്കെ, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് എപ്പോഴും ചെയ്ത സമയത്തും ഓർക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മെത്തേഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറയും. എങ്ങനെയാണ് ആ മെത്തേഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിന്റെ ടിപ്സ് എന്താണ്, അതിന്റെ യൂസ് എന്താണെന്ന കാര്യം നമ്മൾ പറയും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന്റെ ഏരിയന്റെ പാറ്റേണും അതിന്റെ ഡിഫിക്കൽറ്റിയും നമുക്ക് PYQ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്തുമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡിഫിക്കൽട്ട് ആയിട്ട് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആ കേസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ, ഓരോ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കുന്നത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മളപ്പോൾ പ്രിപ്പയർഡ് ആവുക ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എക്സാം ഇരിക്കുകയല്ല ചെയ്യുന്നത്. PYQs എത്രയും ചെയ്യാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ്ഡ് ആവുക ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ടെക്നിക്കാണ് എലിമിനേഷൻ. അതായത് MCQs നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് മാക്സിമം MCQs ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക. അതായത് അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മെക്കാനിസം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് കണക്ഷൻസ് ലിങ്കേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് എലിമിനേഷൻ മെത്തേഡ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മിസ്റ്റേക്സ് ആൻഡ് ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ്. നമ്മൾ ശരിയാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് തെറ്റിപ്പോയ ഏരിയകൾ നമ്മൾ സോർട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ പഠിക്കാത്ത ഏരിയകൾ, തീരെ ടച്ച് ആയിട്ടില്ലാത്ത ഏരിയകളാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ച് ക്ലിയർ ചെയ്യണം. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് PYQs ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് ഏരിയ നിന്നാണ് നമുക്ക് എപ്പോഴും മാർക്ക് പോകുന്നത്, ഏത് ഏരിയയിലെ ചോദ്യങ്ങളാണ് എപ്പോഴും നമുക്ക് തെറ്റുന്നത്, ഏത് ഏരിയയിലെ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നത് അതിന്റെ കണക്ഷൻ കിട്ടാത്തത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ റിവിഷനും ടൈം മാനേജ്മെന്റ്. PYQ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റാണ്. നമുക്കറിയാം പേപ്പർ 1 50 ചോദ്യങ്ങളാവുള്ളത്, 50 ചോദ്യങ്ങളാണ്. നമുക്ക് പേപ്പർ 2 100 ചോദ്യങ്ങളുണ്ട് അല്ലെ. ടോട്ടൽ 150 ചോദ്യങ്ങൾ, നമുക്ക് 180 മിനിറ്റ് ആണ് സംഭവം പരീക്ഷ ഉള്ളത്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ 150 മിനിറ്റ്സിനകത്ത് എക്സാം എഴുതി കഴിയണം. കാരണം ബാക്കി 30 മിനിറ്റ്സ് നമുക്ക് അവിടെ ഒരു റിവ്യൂവിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് PYQs ഡീൽ ചെയ്തുകൊണ്ടേയിരിക്കണം. PYQs പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ റെഗുലർ ആയിട്ടുള്ള എല്ലാ PYQs നമ്മുടെ ഈ പുതിയ എക്സാം പാറ്റേൺ, പുതിയ സിലബസ് വന്നതിന് ശേഷമുള്ള 2019 വരെയുള്ള എല്ലാ PYQs നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡക്സി ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആവും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പെർഫോമൻസ് അറിയാൻ പറ്റും, നിങ്ങളുടെ പെർഫോമൻസ് എന്തുമാത്രം ഇമ്പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, നമുക്ക് റിവിഷനിലേക്ക് തിരിച്ചു വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് മേക്കിങ്ങിന്റെ റിവിഷൻ എങ്ങനെ നോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതായിരിക്കണം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി റിവൈസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച് മാത്രം പോയാൽ പോരാ മക്കളെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഞാനും നിങ്ങളും ഒക്കെ പഠിച്ച കാര്യങ്ങൾ മറക്കും. കാരണം നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ കണക്ഷൻ ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങനെയാണ് കണക്ഷൻ ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, അതിനാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു, ഹൗ മെനി ടൈംസ് എന്നൊരു സാധനമുണ്ട്. ഹൗ മെനി ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നു എന്നുള്ള കേസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും തവണ നിങ്ങൾ ആ സംഭവത്തിന് അതുമായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ നിമോണിക്സ് ഒക്കെ കണക്ട് ചെയ്ത് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കഥയാക്കിയ കോഡാക്കിയൊക്കെ വെച്ചേക്കുന്ന സംഭവങ്ങൾ റെഗുലർലി റിവൈസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും നമ്മൾ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളവിടെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കേസുണ്ട്. ഇപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഇതൊക്കെ ഞങ്ങളൊരു ടിപ്പ് പറയുകയാണെങ്കിൽ ലാസ്റ്റിലോട്ടേ ചെയ്യാവുള്ളൂ. കാരണം അതൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നതാണ്. സമയം എടുക്കും, പക്ഷെ നമുക്ക് റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം, ചിലപ്പോൾ 10 to 15 മിനിറ്റ്സ് പോകും. ആ 10 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. എക്സാം ഹോളിൽ വെച്ചാൽ എനിക്ക് ഇത്രയും ക്വസ്റ്റിനെ ചെയ്യാനുണ്ട്, ഞാനിനി 5 ക്വസ്റ്റിനെ ചെയ്യുള്ളൂ, എനിക്ക് ഇനി എത്ര 145 ചോദ്യം ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു ടെൻഷൻ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. 6ാമത്തെ ചോദ്യം തൊട്ട് നമ്മൾ വായിച്ച് ചെയ്യുക. നമ്മളൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എപ്പോഴും അവിടെ കാണിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ 6ാമത്തെ ചോദ്യം, 7ാമത്തെ ചോദ്യം, 8ാമത്തെ ചോദ്യം നമുക്ക് പിന്നെ ശരിയാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നമ്മുടെ പേപ്പർ 1 മാത്രം ടാർഗറ്റ് എയിം 40 40 ചോദ്യം നമുക്ക് ശരിയാക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡെസ്പായി പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ ടൈം വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ദിവസവും ചെയ്തൊരു കേസ് പറഞ്ഞായിരുന്നു, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമായിരുന്നു പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം ടൈം വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിയർ ആയിട്ട് ചെയ്ത് പോവാം. ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, റിവിഷൻ ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റേറ്റസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ M40 ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ് മിസ്സാക്കരുത്. അടുത്ത വീഡിയോസിൽ നോട്ട് മേക്കിംഗ് എന്താണ്, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സ് എന്താണ്, എങ്ങനെ നമുക്ക് പഠിക്കാം, അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിന്റെ കേസൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. സോ കീപ് ലേണിംഗ് വിത്ത് എഡക്സി ലേണിംഗ്.